രാജ്യത്തെ നടുക്കിയ മറ്റൊരു വലിയ കേസിന്റെ വിധി പ്രഖ്യാപനം കൂടി ഇന്നുണ്ട്. അത് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലാണ് പ്രതിയുടെ ശിക്ഷാവിധി ഇന്ന് വരുന്നത്. പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി വിധിച്ചിരുന്നു. സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ ഇന്ന് വിധി പറയുക. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഗുഡ് മോർണിംഗ്. കേരളം ഉറ്റുനോക്കുന്നത് പ്രധാനമായും ഇന്ന് ഷാരോൺ വധക്കേസിൽ എന്ത് വിധി ഉണ്ടാവും എന്നറിയാനാണെങ്കിൽ രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. ഒരു ജോലി സ്ഥലത്ത് ഒരു യുവ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നു. അതായത് തൊഴിലിടത്തിലെ സുരക്ഷ, സ്ത്രീകളുടെ ജീവിതത്തിനുള്ള സുരക്ഷ, അങ്ങനെ പല കാര്യങ്ങളിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം പ്രതിക്കൂട്ടിലായ ഒരു കേസിലാണ് ഇന്ന് സുപ്രധാനമായ വിധി വരുന്നത്. ഡോക്ടർ സമൂഹം ഉറ്റുനോക്കുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസത്തെ ഈ കുറ്റക്കാരനാണെന്ന് സഞ്ജയ് റോയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ശേഷമുള്ള രാജ്യത്തിന്റെ ഒരു വികാരം എന്താണ്? ശ്രീജ, രാജ്യത്തെ നടുക്കിയ ആർജിക്കർ മെഡിക്കൽ കോളേജ് കൊലപാതകത്തിൽ ആണ്, ബലാത്സംഗ കൊലപാതകത്തിലാണ് ഇന്ന് ഏതായാലും സിയാൽദ കോടതി ശിക്ഷ വിധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതായത് കൊലപാതകം ഒപ്പം തന്നെ അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കോടതി കേസ് വിധി പറയുന്നതിലൂടെ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ചുരുങ്ങിയത് 25 വർഷമോ അല്ലെങ്കിൽ വധശിക്ഷയോ പ്രതിക്ക് ലഭിച്ചേക്കാം എന്ന പരാമർശം കൂടി വിധി പറയുന്നതിലൂടെ ജഡ്ജി അനിർബാൻ ദാസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 64, സെക്ഷൻ 66 ഒപ്പം തന്നെ 103(1) ഈ വകുപ്പുകൾ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനാണ് എന്നിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രകാരം ചുരുങ്ങിയത് 25 വർഷം അല്ലെങ്കിൽ വധശിക്ഷ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 12:30 കൂടിയാണ് സിയാൽദ കോടതി ഏതായാലും ഈ കേസിൽ വിധി പറയുക. CBI ഏതായാലും ശാസ്ത്രീയ തെളിവുകളാണ് ഈ വാദത്തിനിടെ നിരത്തിയത്. ആ വാദങ്ങൾ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് DNA പരിശോധനാ ഫലം, ഒപ്പം തന്നെ അവിടെ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന ചില തെളിവുകൾ, പ്രത്യേകിച്ച് ഈ പ്രതിയുടെ മുടി, ഒപ്പം തന്നെ ഫോണിന്റെ ഹെഡ്സെറ്റ് തുടങ്ങിയ ചില വസ്തുക്കൾ അവിടെ നിന്ന് കണ്ടെത്തിയെന്നാണ് അന്ന് CBI പ്രധാനമായി ഈ വാദത്തിനിടെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതെല്ലാം തന്നെ കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം താൻ കുറ്റക്കാരനല്ല, തന്നെ പ്രതി ചേർക്കുകയായിരുന്നു എന്നാണ് സഞ്ജയ് റോയ് കോടതി മുമ്പാകെ ആവർത്തിച്ചത്. അപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം ഇന്ന് ഏതായാലും പ്രതിക്ക് പറയാനുള്ള ഭാഗം കേൾക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സഞ്ജയ് റോയുടെ വാദം കേട്ട ശേഷമായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 12:30 എന്നുള്ളത് നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും രാജ്യത്തെ തന്നെ നടുക്കിയ, രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയ ഒരു കേസിലെ പ്രതിയുടെ ശിക്ഷയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പശ്ചിമ ബംഗാളിൽ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. കാരണം ബംഗാളിൽ CPM-ന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അവിടെ മമതാ ബാനർജി അധികാരത്തിൽ വരുന്നത് 2011-ലാണ്. പക്ഷേ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ വിജയം മമത നേടി. ഏറ്റവും ഒടുവിലായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ, തൃണമൂലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി അവർ അധികാരത്തിൽ വന്നു. പക്ഷെ അപ്പോൾ പോലും ആ സർക്കാരിനെ ഈ കഴിഞ്ഞൊരു 14 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിന് ശേഷം സംസ്ഥാനത്തുടനീളമുണ്ടായ പ്രതിഷേധം തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് തന്നെ സമരപ്പന്തലിൽ എത്തിക്കൊണ്ട് ഈ ഡോക്ടർമാരുമായി ചർച്ച നടത്തേണ്ടി വന്നു. അത്തരമൊരു സാഹചര്യം പോലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസം വിധി വന്ന സമയത്ത് തന്നെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് തെളിയുന്നതാണ് വിധി എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രതികരിച്ചത്. കാരണം രാഷ്ട്രീയമായി എതിരാളികൾ ഈ വിഷയത്തെ ഏറ്റെടുത്തു, കൈകാര്യം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് തൃണമൂൽ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ശ്രീജ, ശരി. ER രാഗേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജ്യം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കേസ് തന്നെയാണിത്, സംശയമില്ല. അത്യപൂർവമായി, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രി ഒരു പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ അന്വേഷണം കൃത്യമായി നടത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു കാഴ്ചയൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണ് നടന്നിട്ടുള്ളത് എന്ന് തൃണമൂൽ നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിലും കോടതി ഈ കേസിൽ എന്ത് തരത്തിലുള്ള വിധിയാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് ഇന്നത്തെ ദിവസം കാത്തിരുന്ന് കാണാം.